ഒരു ബിസിനസ് സ്ഥാപനത്തിന് ഒരു കറണ്ട് അക്കൗണ്ടിന്റെ ആവശ്യമുണ്ടോ? പലപ്പോഴായി പല ക്ലയൻസും ചോദിക്കുന്നതാണ്, ഞാനിപ്പോ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഞാനൊരു കറണ്ട് അക്കൗണ്ട് ഒക്കെ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. നിങ്ങളൊരു ചെറുതോ വലുതോ എന്ത് ക്രൈറ്റീരിയ ഓഫ് സ്ഥാപനമാണെങ്കിലും ആ സ്ഥാപനത്തിന്റെ ട്രാൻസാക്ഷൻ നടത്താൻ ഒരു കറണ്ട് അക്കൗണ്ട് നിർബന്ധപരമായിട്ടും നിങ്ങൾ എടുത്തിട്ടുണ്ടാവണം. അതിന്റെ റീസൺ എന്താന്ന് വെച്ചാല്, ഇപ്പൊ നമ്മളൊരു ഇയർ എൻഡിങ് ആവുന്ന സമയത്ത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാന്ന് വിചാരിച്ചു. പേഴ്സണൽ അക്കൗണ്ടിൽ എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. നമ്മള് ഇപ്പൊ സേവിങ്സ് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഗോൾഡ് ലോൺ വെച്ചതുണ്ടാവും, നമ്മൾ വേറെ ഒരാളുടെ നിന്ന് കടം വാങ്ങിയതുണ്ടാവും, നമുക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ വന്നിട്ടുള്ള ഫണ്ടുകൾ ഉണ്ടാവും, നമ്മൾ പൈസ അങ്ങോട്ട് കൊടുത്തുണ്ടാവും. ഇങ്ങനെയുള്ള പല ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് നമ്മളെ സേവിങ്സ് അക്കൗണ്ടിൽ ഉണ്ടാവും. കറണ്ട് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനം റിലേറ്റ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ ആ കറണ്ട് അക്കൗണ്ടിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ IT റിട്ടേൺസ് ഒക്കെ ഫയൽ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ സുതാര്യമാണ് കാര്യങ്ങൾ. നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ ക്ലയൻസിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കൊടുത്ത പേയ്മെന്റ് ഡീറ്റെയിൽ ഒക്കെ എന്തുണ്ടാവും, കറണ്ട് അക്കൗണ്ടിലും ഉണ്ടാവും. രണ്ടാമത്തെ ഒരു കേസ്, നമ്മളിപ്പോ ഒരു ലോണിനൊക്കെ അപ്രോച്ച് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു ബാങ്ക് ഓടി ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യാന്ന് വെച്ചാല് സേവിങ്സ് അക്കൗണ്ട് വെച്ചിട്ട് ഒരിക്കലും നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് മന്ത്ലി ഇത്ര റുപ്യന്റെ ട്രാൻസാക്ഷൻ ഉണ്ടെന്നുള്ളത്. അതിൽ നമ്മളെ പേഴ്സണലും മറ്റുള്ള കേസസിലുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഒരു ബാങ്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കറണ്ട് അക്കൗണ്ട് ആകുമ്പോൾ ഇപ്പൊ ഒരു കറണ്ട് അക്കൗണ്ടിൽ എല്ലാ മാസവും 5 ലക്ഷം റുപ്യന്റെ ട്രാൻസാക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അയാൾക്ക് ഒരു 7 to 8 ലക്ഷം റുപ്യന്റെ സെയിൽ ഉണ്ട്, അയാൾക്ക് 5 ലക്ഷം റുപ്യ എന്തുണ്ട് എല്ലാ മാസവും അയാളെ കറണ്ട് അക്കൗണ്ടിൽ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള പല ആധികാരികമായിട്ടുള്ള ഡീറ്റെയിൽസും കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് അക്കൗണ്ട് മാൻഡേറ്ററി ആണ്. അപ്പം പുതുതായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളും അല്ലെങ്കിൽ പ്രസന്റ്ലി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിലും നിങ്ങളെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഒരു കറണ്ട് അക്കൗണ്ട് നിർബന്ധപരമായിട്ടും എടുത്തിട്ടുണ്ടാവണം.